ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു വീട്ടിൽ തന്നെ പല ഇഷ്ടങ്ങളാണല്ലേ. അപ്പോൾ ഞാനിന്നിവിടെ കോവയ്ക്ക വറുത്തതും അതുപോലെ തന്നെ കോവയ്ക്ക തോരനും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ എനിക്ക് കോവയ്ക്ക വറുത്തതും മതി, തോരൻ മതി, തേങ്ങ ഇട്ടത് മതി, ഇടാത്തത് മതി, എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം ഒക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിലുള്ളവർക്ക് കഴിക്കാനാണ്. അവർ വയറ് നിറച്ച് കഴിച്ചു പോകുമ്പോഴാണ് നമുക്ക് ഒരു സന്തോഷവും ഉണ്ടാക്കി കഷ്ടപ്പെട്ടതിലുള്ളൊരു സംതൃപ്തിയൊക്കെ കിട്ടുക. അപ്പോൾ ഞാനിന്നിവിടെ കോവയ്ക്ക വട്ടത്തിലരിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയിലെ മുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പും വെളിച്ചെണ്ണയും കൂടി തിരുമ്മി കറിവേപ്പിലിട്ട് വറുത്ത് കോരി എടുത്തതാണിത്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് കോവയ്ക്ക വറുത്തത്. അപ്പോൾ എനിക്കും ഇവിടെ പഠിക്കാൻ പോകുന്ന ഒരാളേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവൾക്കുള്ള ചോറൊക്കെ സെറ്റാക്കി. കോവയ്ക്ക വറുത്തത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ ആൾക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അടുക്കളപ്പുറത്തായിട്ട് കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചെടിയുടെ നനയ്ക്കലും അതിൻ്റെ വളമിടലും ഒക്കെ ഈ ഒരു സമയത്തായിട്ടോ ചെയ്യുക. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുക്കളയിലോട്ട് വീണ്ടും കയറി നമ്മുടെ കോവയ്ക്കയുടെ ബാക്കി ഇരുന്നത് വെച്ചിട്ട് തോരൻ ഉണ്ടാക്കാമെന്ന് ഓർത്ത് അരിഞ്ഞൊക്കെ എടുത്തു. അപ്പോൾ പല ദിവസവും പലതരത്തിലാണ് കേട്ടോ ഞാൻ തോരൻ ഉണ്ടാക്കുക. ഓരോ ദിവസത്തെ സമയമൊക്കെ അനുസരിച്ച് ഉണ്ടാക്കും. പക്ഷേ എങ്ങനെ ഉണ്ടാക്കിയാലും ഇങ്ങനെ ആവിയിൽ വേവിച്ച് അല്ലെങ്കിൽ വെള്ളത്തിൽ വേവിച്ചിട്ടൊന്നും തോരൻ ഉണ്ടാക്കുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ കൂടുതലും പച്ചയ്ക്ക് തന്നെ നല്ല എണ്ണയിലിട്ട് വഴറ്റിയാണ് എടുക്കുക. അതിൻ്റെ ഇടുന്ന രീതികളും സമയമൊക്കെ വ്യത്യാസം ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്നിവിടെ കോവയ്ക്ക എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം ആദ്യം അതായിരുന്നു അരിഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കടുകിനൊന്ന് ജസ്റ്റ് പൊട്ടിച്ച് എണ്ണയും പിന്നെ കറിവേപ്പിലേക്ക് ഇട്ടു, ഉപ്പിട്ട് മഞ്ഞളിട്ട് പിന്നെ സവാളയും പച്ചമുളകൊക്കെ അരിഞ്ഞ് കഴിഞ്ഞത്. അപ്പോൾ അതും ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുത്ത് മൂടി വെച്ച് വേവിച്ചെടുത്തു. പിന്നെ നമുക്ക് കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് ആവശ്യത്തിന് പൊടികൾ ഇട്ട് കൊടുക്കും. അപ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ഓരോ ദിവസത്തെ തിരക്കുകൾക്കനുസരിച്ച് തോരൻ്റെ രീതികളൊക്കെ മാറും. പക്ഷേ എങ്ങനെ ഉണ്ടാക്കിയാലും തോരൻ എണ്ണയിലിട്ട് വഴറ്റിയിട്ടാണ് ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്. പിന്നെ മൺചട്ടിയിൽ കടുകിട്ട് പൊട്ടാൻ ഭയങ്കര പാടായതുകൊണ്ടാണ് സെപ്പറേറ്റ് പൊട്ടിച്ചത് കേട്ടോ.